2026 പുറത്തിറങ്ങിയ റൊമാൻസ് ഡ്രാമയായ യൂമി സെൽസ് ഡ്രാമയുടെ സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂമിയുടെ അച്ഛനായ കിം തൻ്റെ അയൽക്കാരോട് യൂമിയുടെ ജോലിയിലുള്ള അവളുടെ വിജയത്തെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവളുടെ ഇൻ്റർവ്യൂ വന്നതെല്ലാം അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. യൂമി നമ്മുടെ കഥയിലെ നായികയാണ് കേട്ടോ. ഒരു റൊമാൻസ് നോവൽ എഴുത്തുകാരിയാണ് യൂമി. അച്ഛന് ഒരു പുതിയ കാർ വാങ്ങിക്കൊടുത്തതിൽ അവളുടെ അച്ഛൻ വളരെ അഭിമാനിക്കുന്നുണ്ട്. അച്ഛൻ യൂമിയെ ഫോൺ ചെയ്യുമ്പോൾ യൂമി തൻ്റെ പ്രൊഡ്യൂസറായ PD യൂണിനൊപ്പം സ്കൈ ഡൈവിങ്ങിന് വന്നിരിക്കുകയാണെന്ന് അച്ഛനോട് പറയുന്നു. യൂമി അവളുടെ പുതിയ പുസ്തകത്തിനായി റിസർച്ച് ചെയ്യുകയാണ്. അതിലൊരു കഥാപാത്രം സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടറോട് പ്രണയത്തിലാകുന്നുണ്ട്. അവർ ചാടുമ്പോൾ അവളുടെ മനസ്സിലെ റൈറ്റർ സെൽ ഈ കഥയ്ക്ക് മറ്റൊരു വഴിത്തിരിവ് വേണമെന്ന് തിരിച്ചറിയുകയാണ്. ഇതിനിടെ ഇതയും ഡേയോങ്ങും അവരുടെ മകളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇത യൂമിയുടെ പുതിയ സ്റ്റുഡിയോയിൽ അവളെ കാണാൻ എത്തുന്നുണ്ട്. യൂമിക്ക് ഇതിനകം 4 ഹിറ്റ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ യൂമിക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്ന് യൂമി ഇതയോട് പറയുന്നത് കാണാം. സത്യത്തിൽ തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ലൈഫ് ഭയങ്കര ബോറായി മാറിയിരിക്കുന്നുവെന്ന് യൂമി ഇതയോട് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന യൂമിയുടെ മനസ്സിലെ റീസൺ സെൽ പറയുന്നത് യൂമിയുടെ റൈറ്റർ സെൽ കൂടുതൽ ശക്തമായതോടെ മറ്റു സെല്ലുകൾ ഇല്ലാതാകാൻ തുടങ്ങിയതാണ് യഥാർത്ഥ കാരണമെന്നാണ്. സത്യത്തിൽ 3 വർഷമായി യൂമി ഇതുവരെ ആരെയും ഡേറ്റ് ചെയ്യാത്തതിനാൽ അവളുടെ ലവ് സെൽ പോലും അവളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ റീസൺ സെല്ലും ഇമോഷണൽ സെല്ലും മറ്റ് സെല്ലുകളെ തേടി പോകുമ്പോൾ യൂമി ഉപയോഗിക്കാത്ത എല്ലാ സെല്ലുകളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ഫ്രീസർ അവർ കണ്ടെത്തുകയാണ്. യഥാർത്ഥത്തിൽ യൂമിക്ക് ഈ ഇമോഷണൽ ഫീലിങ്സ് ഇല്ലാത്ത ജീവിതം ഇഷ്ടമാണെന്ന് അവൾ ഈതയോട് പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെയല്ലേ അവളുടെ സെല്ലുകളെല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത്. ഈത പോയതിനു ശേഷം ഡേയോങ് അവളെ ഫോൺ ചെയ്യുകയാണ്. PD യൂണിന് സ്കൈ ഡൈവിങ്ങിൽ കാലിന് പരിക്ക് പറ്റിയതിനാൽ പുതിയ ഒരു PDയെ അയക്കാമെന്ന് യൂമിയോട് പറയുകയാണ് ഡേയോങ്. അവൻ അധികം സംസാരിക്കാത്ത ആളാണെന്ന് ഡേയോങ് പ്രത്യേകം പറയുന്നുണ്ട്. യൂമിയുടെ ലൈഫിൽ ഇപ്പോൾ കാര്യമായ ഒന്നും നടക്കാത്തതിനാൽ തന്നെ യൂമിയുടെ മനസ്സിൽ ഇമോഷണൽ സെൽ കൂടി ഉറങ്ങാൻ പോകുമ്പോൾ റീസൺ സെൽ അവളെ കഷ്ടപ്പെട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുന്നത് കാണാം. അങ്ങനെ യൂമിയുടെ വീട്ടിൽ പുതിയ PDയായ ഷിൻ സുൻ റോക്ക് എത്തുകയാണ്. യൂമിയും അവളുടെ അസിസ്റ്റന്റ് റൈറ്ററായ നാഹുയും അവനെ സ്വാഗതം ചെയ്യുന്നു. നാഹു പുതിയ PDയായ ഷിൻ സുനിനെ കണ്ട് വളരെ സന്തോഷത്തിലാണ്. കാരണം അവനെ കാണാൻ അത്രയും ഭംഗിയുണ്ടല്ലേ. നാഹു പോയതിനു ശേഷം ഞാൻ നിങ്ങളെ മുൻപ് എവിടെയോ വെച്ച് കണ്ടതായി ഓർക്കുന്നുവെന്ന് യൂമി പറയുമ്പോഴാണ് ഷിൻ സുൻ 3 വർഷം മുമ്പ് ഇതേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നുവെന്നും അന്ന് അവർ പരസ്പരം കണ്ടിട്ടുണ്ടെന്നും ഇപ്പോൾ അവൻ വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്നും യൂണിനോട് ഷിൻ സുൻ പറയുന്നത്. എന്നാൽ ഡേയോങ് പറഞ്ഞപ്പോൾ ഇത്രയും തണുത്ത സ്വഭാവമാണെന്ന് യൂമി കരുതിയില്ല. ഇത് യൂമി എന്തു ചോദിച്ചാലും ഓക്കെ എന്ന് മാത്രമാണ് അവൻ പറയുന്നത്. യൂമി വീട്ടിലേക്ക് പോകുമ്പോൾ അതേ ബസ്സിനായി കാത്തു നിൽക്കുകയാണ് ഷിൻസുൻ. അവർ ഒരേ സ്ഥലത്താണ് താമസം. അവൾ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ കാര്യമായി സംസാരിക്കാത്തത് കൊണ്ട് തന്നെ യൂമി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്നു. എന്നാൽ ഷിൻസുൻ അടുത്ത് നിൽക്കുമ്പോൾ യൂമിക്ക് ഇയർഫോൺ ഇടാൻ അവളുടെ മാനേഴ്സ് സെൽ സമ്മതിക്കുന്നില്ല. എന്നാൽ ഷിൻസുൻ വളരെ കൂളായി അവൻ്റെ ഇയർഫോൺ ഇടുന്നത് കണ്ട് അവൾക്ക് അതിശയം തോന്നുകയാണ്. അങ്ങനെ സ്റ്റോപ്പിലിറങ്ങി രണ്ടുപേരും 2 വഴിക്ക് അവരുടെ വീടുകളിലേക്ക് പോകുന്നു. യൂമി ബുങ്കിയോപാങ് എന്നൊരു സ്നാക്സ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ വെച്ച് വീണ്ടും ഷിൻസുനിനെ കാണുകയാണ്. എന്നാൽ ഷിൻസുൻ അവൾക്ക് മുൻപേ എത്തി യൂമി വാങ്ങാൻ വന്നിരുന്ന ബുങ്കിയോപാങ് സ്നാക്സ് എല്ലാം തന്നെ വാങ്ങുന്നു. ഷിൻസുൻ 8 സ്നാക്സുകളോളം വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് വാങ്ങാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവൾ അവനോട് പറയുന്നുണ്ടെങ്കിലും അയ്യോ അതെല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ഷിൻസുൻ. ഞാനും ഇത് വാങ്ങാനായി വന്നതാണെന്ന് യൂമി പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി കൊടുക്കാൻ ഷിൻസുൻ തയ്യാറായില്ലല്ലോ. ഇതോടെ യൂമിയുടെ മനസ്സിലെ ഡിസ്ലൈക്ക് സെൽ ഉണരുകയാണ്. അവൾക്ക് ഷിൻസുനിനോട് ദേഷ്യം തോന്നുന്നുണ്ട്. ഇതിനിടെ റൂബി അവളുടെ നായിയായ കൊക്കോ എന്ന മാൾട്ടീസിനെ നോക്കാനായി യൂമിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരിക്കൽ കൊക്കോ വീട്ടിലിരിക്കുമ്പോൾ ഷിൻസുൻ അവിടെ എത്തുന്നുണ്ട്.
കൊക്കോയെ ഷിൻസുനിന് പരിചയപ്പെടുത്തിയിട്ടും അവന് കൊക്കോയെ വലിയ മൈൻഡൊന്നുമില്ല. പിന്നീട് നാഹോയും പീഡി ജാങ്ങും അങ്ങോട്ട് വരുന്നുണ്ട്. ജോലിയുടെ ഇടയിൽ യൂമിയുടെ കഥയിലെ നായയുടെ ബ്രീഡ് മാൾട്ടീസിൽ നിന്ന് മാറ്റണമെന്ന് ഷിൻസുൻ പറയുന്നു. കാരണം അത് ബുദ്ധിമാനായതും അറിയപ്പെടുന്ന നായയാകണമെന്ന് ഷിൻസുൻ പറയുമ്പോൾ മാൾട്ടീസും ബുദ്ധിമാനാണെന്ന് വ്യാജ കണക്ക് കാണിച്ച് യൂമി അവനോട് വാദിക്കുകയാണ്. ഷിൻസുനിന്റെ വർത്തമാനം അവിടെയിരിക്കുന്ന നമ്മുടെ കൊക്കോയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും കള്ളക്കണക്ക് പറഞ്ഞ് മാൾട്ടീസ് എന്ന ബ്രീഡ് വളരെ ബുദ്ധിമാനാണെന്ന് യൂമി പറഞ്ഞു ജയിക്കുന്നു. അങ്ങനെ ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഷിൻസുൻ മറന്നുവെച്ച ഡോക്യുമെന്റ് അവിടെയുണ്ടോ എന്ന് യൂമിയെ വിളിച്ച് ചോദിക്കുകയാണ്. അത് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി, നിങ്ങൾ നേരത്തെ മാൾട്ടീസ് ജയിച്ചു എന്ന് പറഞ്ഞ ഡോഗ് മത്സരത്തെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ നോക്കിയല്ലോ. അങ്ങനെ ഒരു ന്യൂസ് പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആ ന്യൂസിന്റെ ലിങ്ക് എനിക്ക് അയക്കണമെന്ന് പറഞ്ഞ് ഷിൻസുൻ കോൾ കട്ടാക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ യൂമിക്ക് അവനോട് ദേഷ്യം തോന്നുന്നു. യൂമി അവനെ ശപിക്കുകയാണ്. എന്തൊക്കെ അറിയണമല്ലേ ഷിൻസുനിന്? അവളാണെങ്കിൽ ഒരു നുണയും പറഞ്ഞു പോയി. അങ്ങനെ യൂമിയുടെ ഉള്ളിലെ പ്രൊഫിനിറ്റി സെൽ ഉണരുന്നതോടെ യൂമി സെൽ സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇത്ര നാളും ഒരു ഫീലിങ്സും ഇല്ലാതെ പോയിരുന്ന യൂമിയുടെ ലൈഫിലേക്ക് ഷിൻസുൻ വന്നതോടെ അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല സെല്ലുകളും ഉണരുകയാണ്. ഇനി ഇവർ തമ്മിൽ ഒത്തുപോകുമോ എന്ന് കണ്ടറിയാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.